പൊതുതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്ത് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. 5.75 ലക്ഷം പുതിയ വോട്ടർമാരാണ് ഉള്ളത്. 3.75 ലക്ഷം പേരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി. 2.7 crore ആണ് ആകെ ടോട്ടൽ. 2.70 99,000. അത് 6,26,20,000 addition compared to 2023 in the roll. That is number one. Number two, young voters 18 to 19 and 20 to 29 അതിലെ ഒത്തിരി വർധന വന്നിട്ടുണ്ട്. about 2.7 lakhs പുതിയ ആപ്ലിക്കേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അലക്സ് മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അലക്സ്, എന്തൊക്കെയാണ് ഈ അന്തിമ വോട്ടർ പട്ടികയുടെ വിശദാംശങ്ങൾ? ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്ത് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. ഇതിൽ പുതിയ വോട്ടർമാരായി 5,74,175 പുതിയ വോട്ടർമാരുണ്ട് എന്നാണ് ചീഫ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ IAS വ്യക്തമാക്കിയത്. മാത്രമല്ല, വോട്ടർ പട്ടികയുടെ ശുദ്ധീകരണം നടന്നു. അതായത് മരണപ്പെട്ടവർ, അതുപോലെ വോട്ട് ഇരട്ടിട്ടുണ്ടായിരുന്നവർ, അത്തരത്തിലുണ്ടായിരുന്ന ശുദ്ധീകരണത്തിൽ ഏതാണ്ട് 3.25 ലക്ഷത്തോളം 3.75 ലക്ഷം പേർ ഒഴിവായി എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. 3,75,867 അത്തരത്തിൽ ഇൻവാലിഡ് വോട്ടർ ഐഡികൾ ഒഴിവാക്കിയിട്ടുണ്ട്. ആകെ വോട്ടർമാർ സംസ്ഥാനത്തുള്ളത് 2,70,99,326 അതിൽ സ്ത്രീ വോട്ടർമാർ 1,39,96,729 പുരുഷ വോട്ടർമാർ 1,31,288 ഭിന്നലിംഗ വോട്ടർമാർ 309 പേരുണ്ട്. കൂടുതൽ വോട്ടർമാരുള്ള ജില്ല അത് മലപ്പുറമാണ്. 32,79,172 വോട്ടർമാരാണ് മലപ്പുറം ജില്ലയിലുള്ളത്. നിലവിലെ ഈ വോട്ടർ പട്ടികയ്ക്ക് അടിസ്ഥാനമായ സ്ത്രീ പുരുഷ അനുപാതം 1068 ഏറ്റവും കുറവ് വോട്ടർമാരുള്ള ജില്ല വയനാട് ജില്ലയാണ്. 6,21,880 വോട്ടർമാരാണ് വയനാട് ജില്ലയിലുള്ളത്. കൂടുതൽ സ്ത്രീ വോട്ടർമാരുള്ള ജില്ല മലപ്പുറത്താണ്. കൂടുതൽ ഭിന്നലിംഗ വോട്ടർമാരുള്ള ജില്ല തിരുവനന്തപുരത്താണ്, 60 പേർ. ആകെ പ്രവാസി വോട്ടർമാർ 88,223 പേരുള്ളതായി ചീഫ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കുന്നുണ്ട്. സംസ്ഥാനത്ത് 25,177 പോളിംഗ് സ്റ്റേഷനുകളും ഉള്ളതായി അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം, ഈ അന്തിമ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനാകാത്തവർക്ക് തെരഞ്ഞെടുപ്പിന് മുൻപ് വരെ അപേക്ഷ സമർപ്പിക്കാൻ അവസരമുണ്ട് എന്നുള്ളതാണ്. അന്തിമ വോട്ടർ പട്ടിക സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ വെബ്സൈറ്റിൽ പരിശോധിക്കാനാകും. താലൂക്ക് ഓഫീസുകളിലും വില്ലേജ് ഓഫീസുകളിലും ബൂത്ത് ലെവൽ ഓഫീസർമാരുടെ കൈവശവും ഈ വോട്ടർ പട്ടിക ലഭ്യമാകും. അംഗീകൃത രാഷ്ട്രീയ പാർട്ടികൾക്കും താലൂക്ക് ഓഫീസുകളിലും ഈ വോട്ടർ പട്ടിക കൈപ്പറ്റി പരിശോധന നടത്താം എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല, ഏതാണ്ട് 17.1 ലക്ഷം പുതിയ കാർഡുകൾ നൽകിയിട്ടുണ്ട്. അതായത് ഹോളോഗ്രാമോട് കൂടിയ പുതിയ കാർഡുകൾ, അത് സുരക്ഷിതമായ കാർഡുകളാണെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അവകാശപ്പെടുന്നുണ്ട്. ഈ യൂത്ത് കോൺഗ്രസിന്റെ വ്യാജ തിരിച്ചറിയൽ കാർഡുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ അത്തരമൊരു കാര്യം ചോദിച്ചത്. അതിൽ അദ്ദേഹം പറയുന്നത്, അത്തരത്തിൽ ഈ വ്യാജ തിരഞ്ഞെടുപ്പ് കാർഡ് ഉപയോഗിച്ച് പൊതു തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ സാധിക്കില്ല. എന്നാൽ മറ്റു കാര്യങ്ങൾക്ക് ഈ കാർഡുകൾ ഉപയോഗിക്കാൻ സാധിക്കും. എന്താണെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് ഗൗരവമായാണ് കാണുന്നതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കുന്നുണ്ട്. പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. വിശദമായ അന്വേഷണം വേണമെന്നാണ് പോലീസ് പറയുന്നത്. അതിന് സമയമെടുക്കുമെന്നാണ് പോലീസ് അറിയിച്ചതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ വ്യക്തമാക്കിയത്. അലക്സ് മുഹമ്മദാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.